യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം എന്താണ് ഇന്ന് പകൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? തിരുവചനം പറയുന്നു, യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടികർത്താവാണ്. നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണിന് മുൻപിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഒക്കെ അറിയുന്ന ദൈവം, ഹൃദയത്തിലെ നിരൂപണത്തെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവത്തിന് മുൻപിലാണ് ഇന്ന് പകൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? തിരുവചനം പറയുന്ന, യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചതിൽ നാം വിശ്വസ്തരാണോ? ദൈവം നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പലർക്കും അത് കഴിയാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്. നിങ്ങളെ ദൈവം ആ കൃപ ഏൽപ്പിച്ചതാണെന്ന് നിങ്ങളിന്ന് പകലറിയണം. നിങ്ങളെ ദൈവമേൽപ്പിച്ച ആ ദൈവകൃപയിൽ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ വിശ്വസ്തരാണോ? ഈ ചോദ്യം നമ്മോടുള്ളതാണ്. നാം വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവവചനം പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപയാണ്. നിങ്ങളതിൽ വിശ്വസ്തരാണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങൾക്ക് നൽകിയ കൃപയാണ്. നിങ്ങൾക്ക് അതിൽ വിശ്വസ്തരായിരിക്കുവാൻ കഴിയുന്നുവോ? ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. നാം ചെയ്യുന്ന പ്രവൃത്തി അത് നല്ലതാണ് എന്ന് മറ്റുള്ളവർ നമ്മോട് പറഞ്ഞാൽ അത് നമുക്ക് സന്തോഷമാണ്. ആ പ്രവൃത്തി വീണ്ടും തുടരുവാൻ മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ നമുക്കൊരു പ്രചോദനമാണ്. എന്നാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നല്ലതാണെന്നും അത് ചീത്തയാണെന്നും ഒന്നും പറയാതെ എല്ലാവരും മൗനമായിരുന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു ആശങ്ക വന്നേക്കാം. അത് വിജയിച്ചോ? നമുക്കൊരു തൃപ്തി വരുന്നത് നല്ല നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം എന്താണ് പറയുന്നത്? അത് വിജയിച്ചോ, അത് പരാജയപ്പെട്ടോ എന്നൊന്നും അല്ല. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. നിങ്ങളെ ഏൽപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസ്തരാണോ? തിരുവചനം പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണനാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ദൈവം നിന്നെ അധികത്തിന് വിചാരകനാക്കും. നമുക്കറിയാം ദൈവം നമ്മെ എന്താണ് ഏൽപ്പിച്ചതെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവം നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ദൈവം നോക്കുന്നത് വിശ്വസ്തതയാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചത് വിശ്വസ്തതയോടെ നമുക്ക് ചെയ്യാം. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.